ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 2024 സർക്കാർ പദ്ധതികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. 25ഓളം പദ്ധതികൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇതിന് 26 എന്ന നമ്പറിലാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. യൂണിഫൈഡ് പെൻഷൻ പദ്ധതി എന്താണ്? യൂണിഫൈഡ് പെൻഷൻ പദ്ധതി അഥവാ UPS സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി. ഈ പദ്ധതി നിലവിൽ വന്നത് 2025 ഏപ്രിൽ 1-നാണ്. 2025 ഏപ്രിൽ 1-നാണ് യൂണിഫൈഡ് പെൻഷൻ പദ്ധതി നിലവിൽ വന്നത്. അടുത്തത് വയോമധുരം. എന്താണ് വയോമധുരം പദ്ധതി? ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഗ്ലൂക്കോസ് പരിശോധിക്കുവാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വയോമധുരം. ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ അവരുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമധുരം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്ലൂക്കോമീറ്റർ വിതരണമൊക്കെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വയോമിത്രം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയായിരുന്നു അല്ലേ വയോമിത്രം എന്നുള്ളത്. ഇത് വയോമധുരമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് അപാർ. എന്താണ് അപാർ? APAAR. എന്താണ് അപാർ? ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നാണ്. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ഇതെന്താണ്? നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID കാർഡ്. ഈ ഒരു പദ്ധതിയാണ് അപാർ എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID. ഈ ഒരു തിരിച്ചറിയൽ കാർഡ് അതിനെയാണ് എന്താ പറയുന്നത്? അപാർ എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നുള്ളതാണ്. ഇനി അടുത്ത നീറ്റ് എക്സാം പോലെയുള്ള എക്സാമുകളൊക്കെ വരുമ്പോൾ ഇത് വളരെ മണ്ടേറ്ററി ആയിരിക്കും. ഇപ്രാവശ്യം കുറേ ആളുകളുടെയൊക്കെ ഹോൾ ടിക്കറ്റിൽ ഈ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മണ്ടേറ്ററി അല്ലായിരുന്നു. പക്ഷേ അടുത്ത എക്സാമൊക്കെ വരുമ്പോഴേക്കത് നിർബന്ധമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പദ്ധതി ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നുള്ളതാണ് ഈ അപാർ. APAAR എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ. ക്ലിയർ? അടുത്തത് നവോത്ഥാൻ പദ്ധതി. കേട്ടിട്ടുണ്ടോ? നവോത്ഥാൻ പദ്ധതി വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ പഴം പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. നവോത്ഥാൻ പദ്ധതി ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ്. എന്താണ്? ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് ഈ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയും അതുപോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് പഴം പച്ചക്കറി കൃഷി നടത്താൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി എന്നുള്ളത്. നമ്മുടെ KSEBയുടെ ഒരു പദ്ധതിയുണ്ട്, ദ്രുതി. അതെന്താണ്? ഊർജ കേരള മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്രുതി എന്ന പേരിൽ ബൃഹത്തായ വിതരണ ശൃംഖല നവീകരണ പദ്ധതിക്ക് രൂപം നൽകിയത് KSEB ആണ്. ഊർജ കേരള മിഷനിൽ ഉൾപ്പെടുത്തി ദ്രുതി എന്ന പേരിൽ ബൃഹത്തായ വിതരണ ശൃംഖല നവീകരണ പദ്ധതിക്ക് രൂപം നൽകിയത് KSEB ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഹെൽത്തി കിഡ്സ്. ഹെൽത്തി കിഡ്സ് എന്താണ്? LP സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. LP സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. അതുപോലെ ചിരി എന്നൊരു പദ്ധതിയുണ്ട്. ചിരി അതെന്താണ്? കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. 2020 ഈ കോവിഡ് കാലത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ഓർത്തു വയ്ക്കുക. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. അടുത്തത് PM കിസാൻ സമ്മാൻ നിധി. ഓക്കെ, എന്താണത്? ചെറുകിട നാമമാത്രമായിട്ടുള്ള കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ്
PM കിസാൻ സമ്മാൻ നിധി. അതായത് അർഹരായവർക്ക് പ്രതിമാസം 6000 രൂപ നൽകിക്കൊണ്ട് നമ്മളുടെ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതി. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. അടുത്തത് ഓപ്പറേഷൻ പാം ട്രീ. ഇതെന്താണ്? കേരള സ്റ്റീൽ ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. ഓക്കെ, ആക്രി വ്യാപാര സ്ഥാപനങ്ങളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന. കേരളത്തിലെ സ്റ്റീൽ ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുവാൻ സംസ്ഥാന GST വകുപ്പ് നടപ്പിലാക്കിയ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ എന്നത്. അടുത്തത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ളത്. ഇനി കവചം എന്താണ്? കവചം പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പഠിക്കാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. അടുത്തത് കളിത്തട്ട്. കളിത്തട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? നാടൻ കളികളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പദ്ധതിയാണ് വിമുക്തി. വിമുക്തി എന്താണ്? സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാനായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി എന്നുള്ളത്. അടുത്തതാണ് ഓപ്പറേഷൻ ആഗ്. ഓപ്പറേഷൻ ആഗ് എന്താണ്? ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടിയിട്ട് സംസ്ഥാന പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ഈ ആഗ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആയിട്ട് എന്താണ് വരിക? ആക്സിലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗുൺസ് എന്നാണ്. ഓക്കെ, ആക്സിലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗുൺസ് എന്നാണ് ആഗ് എന്നതിൻ്റെ ഫുൾ ഫോം. ഗുണ്ടകളെ പിടികൂടാനായി സംസ്ഥാന പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ഓക്കെ, ഇനി അടുത്തൊരു പദ്ധതി വരുന്ന ഹൃദ്യം. ഹൃദ്യം എന്താണ്? എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പദ്ധതി ഉപയോഗപ്പെടുത്താവുന്നത്. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. അതുപോലെ ശലഭം. ശലഭം എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ശലഭം എന്നുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. ആശ്വാസകിരണം. ആശ്വാസകിരണം PYQ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും അതുപോലെ കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇനി മറ്റൊരു PYQ നോക്കാം. സ്പ്ലാഷ്. എന്താണ് സ്പ്ലാഷ്? സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് നീന്തൽ പരിശീലന പദ്ധതിയാണ്. അതായത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ്. ക്ലിയർ ആണല്ലോ? ഇത് നല്ലൊരു ചോദ്യമാണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ് എന്നുള്ളത്. ഇനി മറ്റൊന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. സി വിജിൽ അതെന്താണ്? ഒരു ആപ്പാണ്. ലോകസഭാ ഇലക്ഷൻ്റെ സമയത്ത്
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള ഒരു ആപ്പാണ് സി വിജിൽ എന്നത്. ഓക്കെ, അതായത് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ വന്നിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി വിജിൽ. ഓക്കെ, 2024 കറണ്ട് അഫെയർസ് ആണ് കേട്ടോ. അതുപോലെ ഈ സമയത്ത് തന്നെ വന്നിട്ടുള്ളതാണ് ഒരു പോർട്ടലാണ് സുവിധ പോർട്ടൽ. അതെന്താണ്? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ഒരു പോർട്ടലാണ് സുവിധ എന്നുള്ളത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ എന്നുള്ളത്. ഇനി സക്ഷം എന്തായിരുന്നു? സക്ഷം അതായത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സക്ഷം എന്നുള്ളത്. ആ സമയത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും തിരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പായിരുന്നു സക്ഷം ആപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ആദർശില പാഠ്യപദ്ധതി. എന്താണ് ആദർശില പാഠ്യപദ്ധതി? അംഗനവാടി കുട്ടികൾക്കായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിക്കൊണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശില. എന്താണ്? അംഗനവാടി കുട്ടികളെ ഉദ്ദേശിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിയിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശില. ഉജ്ജീവനം പദ്ധതി ഒരു ക്യാമ്പയിനാണ്. ഉജ്ജീവനം എന്നത് ഒരു ക്യാമ്പയിനാണ്. അതായത് സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് ഉജ്ജീവനം. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് ഉജ്ജീവനം എന്നത്. അടുത്തൊരു പോയിന്റ് സീതാലയമാണ്. എന്താണ് സീതാലയം? സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പദ്ധതി. അടുത്തത് സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതി എന്താണ്? മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ മരണപ്പെടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്നുള്ളത്. പൊൻവാക്ക്. എന്താണ് പൊൻവാക്ക്? ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. വനിതാ ശിശു വികസന വകുപ്പിന്റെ മറ്റൊരു പദ്ധതിയാണ് ശരണ്യബാല്യം. അതെന്താണ്? ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണ്യബാല്യം. പൊൻവാക്കും ശരണ്യബാല്യവും വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതികളാണ്. പൊൻവാക്ക് ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടുള്ളതും ശരണ്യബാല്യം ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അടുത്തത് ഓർമ്മത്തോണി പദ്ധതി. എന്താണ്? ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സഹായത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ക്ലിയർ ആയല്ലോ? ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2024 ഫെബ്രുവരി 15-നാണ്. അടുത്ത ഒരു പദ്ധതിയാണ് പ്രാപ്യം. എന്താണ്? ദുരന്തമുഖങ്ങളിൽ അകപ്പെട്ട ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ഒരു ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. ദുരന്തമുഖങ്ങളിൽ അകപ്പെട്ടു പോയ ശ്രവണശേഷിയും സംസാരശേഷിയും ഒന്നും ഇല്ലാത്തവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം എന്നുള്ളത്. ഓർത്തു വയ്ക്കുക. അടുത്ത ഒരു ചോദ്യം വരുന്നത് കെ വാക്ക് എന്താണെന്നാണ്. കെ വാക്ക് എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടത്തുന്ന പദ്ധതിയാണ് കെ വാക്ക്. എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഒന്നാകെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ വാക്ക് എന്നുള്ളത്.
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് സ്പർശ്. എന്താണ് സ്പർശ്? സംസ്ഥാനത്ത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് സ്പർശ്. സംസ്ഥാനത്തെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സ്പർശ് എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് സംവാദ എന്നാണ്. സംവാദ അതെന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ വാദപ്രതിവാദങ്ങളും ഒക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് സംവാദ എന്നുള്ളത്. സംവാദ. അതുപോലെ മൂല്യപ്രവാഹ 2.0 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതെന്താണ് മൂല്യപ്രവാഹ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു UGC കൊണ്ടുവന്ന പദ്ധതിയാണ് മൂല്യപ്രവാഹ 2.0 എന്നത്. അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാ ഓപ്പറേഷൻ ഡി ഹണ്ട്. എന്താണ്? നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടാൻ വേണ്ടിയിട്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയൊരു പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത്. നിരോധന മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത്. ഇനി PM ഗതിശക്തി എന്താണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം, പൊതുഗതാഗതം, ജലപാത, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് PM ഗതിശക്തി എന്നുള്ളത്. അടുത്തൊരു പോയിന്റാണ് ആർദ്രം. എന്താണ് ആർദ്രം? ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഒരെണ്ണം ഹോപ്പ്. എന്താണ് ഹോപ്പ്? ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ്. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളുടെ പഠനം സാധ്യമാക്കാൻ വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2024 ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് നിങ്ങൾ റിവൈസ് ചെയ്ത് ഇടയ്ക്ക് എടുത്ത് ഒന്ന് ഡബിൾ സ്പീഡിലിട്ട് കേട്ട് നോക്കിയാലും മതി. പാർട്ട് 1 കൂടി ഇതിൻ്റെ കാണാം. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.